അങ്ങനെ 19-ാം തീയതി നമുക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആദരം കിട്ടിയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യത്തെ കുറച്ച് ഭാഗം ഇട്ടിരുന്നു. അവിടുത്തെ സ്റ്റാളുകളൊക്കെയാണ് രണ്ടാമത്തെ സ്റ്റാളിലെയാണ് കേട്ടോ. കുടകൾ, ഡ്രസ്സ് കൊണ്ടുവന്നവരുണ്ട്. ഇതെല്ലാം ഭിന്നശേഷി കുട്ടികളുടെ പേരൻസ്, ടീച്ചർമാർ, ഭിന്നശേഷിക്കാർ ഒക്കെയാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ പ്രധാനമായും പറയാനുള്ളത്, നമ്മളെ ഇവിടുത്തെ ഈ സ്റ്റാളുണ്ട് എന്ന് പുറത്ത് അറിഞ്ഞാലല്ലേ ആരെങ്കിലും വന്ന് വാങ്ങിക്കുള്ളൂ. ഒരു ചാനൽ പോലും അങ്ങനെ ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാളിലൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നും കയറി വന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് അകത്ത് പ്രോഗ്രാമിൻ്റെ സമയമായി. ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ മിനിസ്റ്ററായിരുന്നു, ബിന്ദുമ്മ. അപ്പോൾ ഉദ്ഘാടന സമയമായി. എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒക്കെ വന്നിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും അകത്തേക്ക് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നു. നമുക്കും പിറകെ ബാക്കിൽ റാമ്പുണ്ടായിരുന്നു. പക്ഷേ പ്രധാനമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭിന്നശേഷിക്കാർ വീൽ ചെയർ യൂസേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇരിക്കാനൊരു ഇടമില്ല. കാരണം ഫിക്സഡ് സീറ്റാണല്ലോ. അപ്പം നമ്മളെവിടെ ഇരിക്കും? നമ്മളൊരു 10 പേര് പോലും ഇരിക്കത്തില്ല. അപ്പം നമ്മുടെ AKWRFൻ്റെ സംഘടനയിൽ നിന്നും 10 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെയും ശാരദാദേവിയെയും ഈ കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് എന്നെയും ശാരദാദേവിയെയുമാണ് ആദരിക്കുന്നത്. അപ്പോൾ നമ്മളെ അവർ വേദിയിലേക്ക് വിളിച്ചു. അപ്പോൾ നമ്മൾ വേദിയിൽ പോയി. നമ്മൾ വേദിയിലിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊന്നും പോയി നിന്നിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദൂരത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, മേതിൽ ദേവിക, മിനിസ്റ്റർ, പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഈ കുട്ടികളൊക്കെ ഭിന്നശേഷിക്കാരാണ് ഈ കുട്ടികളെല്ലാം. ഓരോ തരത്തിലുള്ള ഡിസബിലിറ്റി. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഇരുത്തി പാരൻസും ടീച്ചർമാരുമാണ് കൊണ്ടുവരുന്നത് മൊത്തം. നമുക്കൊരു പ്രോഗ്രാമുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്കൂൾ കലാമേള നടന്നപ്പോൾ അവിടെ ഭയങ്കര എല്ലാവരും പോവുകയും അതിനെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അതേപോലത്തെ കുട്ടികൾ തന്നെയാണ് ഇവിടെ. സ്പെഷ്യൽ കലാമേളയാണല്ലോ സവിശേഷ എന്ന് പറയുന്നത്. പിന്നെ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവർ നടത്തിയതാണ്. പക്ഷേ അതിന് തക്കതായിട്ടുള്ളൊരു സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. കാരണം നമ്മുടെ അടുത്തോ സ്റ്റാളുകളിലോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇത് 1-ാമത്തെ ദിവസത്തെ വീഡിയോയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സമാപന ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും അവർ സ്വാഗത പ്രസംഗം കഴിഞ്ഞു. പിന്നെ അധ്യക്ഷ പ്രസംഗം MLA ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് മന്ത്രി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് ഇരിക്കുകയാണ്. പിന്നെ അപ്പോൾ വിളക്ക് കൊളുത്തണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഭിന്നശേഷിയുടെ 21 വിഭാഗത്തിലെയും ആൾക്കാരുടെ വരവുണ്ടായി. അപ്പോൾ വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി, വിളക്കിൻ്റെ അടുക്കലേക്ക് പോയി. എല്ലാവരും വിളക്ക് കൊളുത്തുകയാണ്. അപ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ അവിടെ നമ്മുടെ വേദിയിൽ ഇരിക്കുമ്പോൾ നമ്മളെ നമുക്ക് അറിയില്ല, നമുക്ക് സദസ്സിലിരിക്കുന്ന ആൾക്കാർ കാണാൻ പറ്റുമോ ഇല്ലയെന്ന്. പക്ഷേ സദസ്സിൽ ഞാൻ ഇരുന്നായിരുന്നു. അപ്പോഴത്തേക്കും എനിക്കൊന്നും കാണാനൊന്നും പറ്റുമായിരുന്നില്ല. കാരണം നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നാൽ ഒന്നും കാണത്തില്ല. അപ്പോൾ അത് പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, വിശദമായി എഴുതാം. ഇതൊക്കെ അവാർഡുകൾ കൊടുക്കുകയാണ്. ഭിന്നശേഷി അവാർഡുകൾ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. നമ്മുടെ ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിനുള്ള ആദരമാണ് തന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രശസ്തരായ കുട്ടികളൊക്കെയാണ്. അവരൊക്കെ അവരുടെ കഴിവുകൾ പല രീതിയിലും പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ കുട്ടികളെയും ഒക്കെ കൊണ്ടുവന്നു. ഇത് നമ്മുടെ സംവിധായകനാണ്, രാകേഷ് എന്ന് പറയുന്നത്. ഒരു സിനിമ സംവിധാനം ചെയ്ത സെറിബ്രൽ പാൾസിയാണ്, ഡിസബിലിറ്റി. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവന്നു. അപ്പോൾ ഇത് ശാരദാദേവിയാണ്. ശാരദാദേവിയെ നിങ്ങൾക്കൊക്കെ അറിയാൻ ഞാൻ പറഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിലെ ലെക്ചറാണ്. ശാരദാദേവിയെ ആദരിച്ചു. അത് കഴിഞ്ഞിട്ട് ആണ് എൻ്റെ സെക്ഷൻ വന്നത്. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കൊടുക്കുന്നില്ല. ഞാനങ്ങ് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ.
ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. നമുക്ക് ആദരം കിട്ടുക എന്ന ആദരത്തിന് നമ്മൾ അർഹരുമാണ്. അർഹരായിട്ട് തന്നെയാണ് ഡിസബിലിറ്റി മേഖലയിലെ എല്ലാവർക്കും ആദരം കിട്ടിയത്. ഡിസബിലിറ്റി മേഖലയിലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നമ്മളവിടുത്തെ ഒരു സ്റ്റാളിൽ പോയി. അവിടെ ഫുഡിൻ്റെ സ്റ്റാളാണ് എന്ന് പറഞ്ഞു. അവർ കണ്ണൂരിൽ നിന്ന് വന്ന കുടുംബശ്രീയുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ബിരിയാണിയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞു. ഇത് മറ്റൊരാളാണ്, എനിക്ക് പേര് ചോദിച്ചില്ല, എന്തോ ഒരു ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ എഗ്ഗ് കുർഫി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞു. എഗ് റോൾ മേക്കർ അതാണ് ആ സംഭവം. എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ, പേര് ഞാനും മറന്നുപോയി. ഇതാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അത് ഇലക്ട്രിക് എഗ് മേക്കർ എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. വീഡിയോ എടുത്തത് അമ്മുവാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. എന്തായാലും എല്ലാ മനുഷ്യരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറുതെങ്കിലും നമ്മൾ വാങ്ങിച്ച് വേണം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് സമൂഹമാണ്, കയറി വരുന്ന സമൂഹമാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്, നമുക്കിതൊന്നും വേണ്ട എന്ന് പറയാതെ ഇങ്ങനെയുള്ള മനുഷ്യരെ ഒരുമിച്ച് നിർത്തുക എന്നത് കടമയാണ്, ആരുടെ ഔദാര്യമൊന്നുമല്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. പക്ഷെ ആരും ചെയ്യത്തില്ല എന്നതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗമാക്കി പണ്ടൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളതെന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, കാണിക്കും, പറയും, അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. പൊരുതിയാണ് ജീവിക്കുന്നത്, യുദ്ധം ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പോൾ താഴത്തെ സ്റ്റാളുണ്ട്, അവിടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെയും നിഷിൻ്റെയും കോർപ്പറേഷൻ്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെയുള്ള ആ സ്റ്റാളിലുള്ളത്. അപ്പോൾ വീൽ ചെയർ അങ്ങനെയൊക്കെ. അത് രാജേഷാണ്, എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറിയാണ് AKWRF-ൻ്റെ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു കുട്ടി, നിഷിയിലെ തന്നെ ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇങ്ങനെ പടം വരച്ച് കൊടുക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട്. ഭയങ്കര കഴിവാണ് അവളുടേത് കേട്ടോ. അപ്പോൾ രാജേഷ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞതാണ്. രാജേഷ് അവിടുത്തെ കാര്യമൊക്കെയാണ് പറയുന്നത്. രാജേഷ് രാത്രി വരെ ഉണ്ടായിരുന്നു, നമ്മളും രാത്രിയാണ് വന്നത്. അപ്പോൾ ഇത് ഗോകുലും ആക്സിഡൻ്റലി വീൽ ചെയറിലായ ആളാണ്, അഡ്വക്കേറ്റാണ്. അപ്പോൾ ഗോകുലിൻ്റെ വരച്ച് കഴിഞ്ഞു. എന്നിട്ട് അതേ സാമൂഹ്യനീതി വകുപ്പിൻ്റെ പുസ്തകങ്ങളാണ്, കുട്ടി വരയ്ക്കുകയാണ് കേട്ടോ. അവൾ രാജേഷിനെയാണ് വരയ്ക്കുന്നത്. രാജേഷിൻ്റെ ഫോട്ടോ 5 മിനിറ്റ് കൊണ്ട് വരച്ചു കൊടുത്തു. പെട്ടെന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ സംസാരിക്കില്ല, കേൾക്കില്ല. അപ്പോൾ ഇത് കോർപ്പറേഷൻ്റെ വീൽ ചെയറാണ്. അപ്പോൾ വീൽ ചെയർ എന്ത് ഉപകരണം വേണമെങ്കിലും കോർപ്പറേഷനിൽ ബന്ധപ്പെട്ടാൽ മതി. അവിടുന്ന് അപേക്ഷാ ഫോം എടുത്ത് നമുക്ക് കൊടുത്താൽ, നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ കൊടുത്താൽ നമുക്ക് എല്ലാ ഉപകരണങ്ങളും കിട്ടും. എല്ലാവരുടെ അറിവിലേക്കാണ് കേട്ടോ. എല്ലാ ഉപകരണങ്ങളും കോർപ്പറേഷനിൽ നിന്ന് കിട്ടും. പിന്നെ ഇലക്ട്രിക് വീൽ ചെയറിന് അപേക്ഷ ഒരുപാട് വന്ന് കിടപ്പുണ്ട്. ഓസ്ട്രിച്ചിൻ്റെ വീൽ ചെയർ തന്നെയാണ് അവർ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് എനിക്കെൻ്റെ ഇലക്ട്രിക് വീൽ ചെയർ പോവാറായി. ഇലക്ട്രിക് വീൽ ചെയർ ആണ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ കോർപ്പറേഷനിൽ നിന്ന് ഇലക്ട്രിക് വീൽ ചെയർ കൊടുക്കുന്നെങ്കിൽ അത് അപേക്ഷയൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരാം. ടാറ്റാ.